ഉത്രാടപ്പാച്ചിലിലലിഞ്ഞ് നാടും നഗരവും. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഇതിന്റെ ഭാഗമായി നഗരങ്ങളിലും നാട്ടുപട്ടണങ്ങളിലുമെല്ലാം ആളുകളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. സദ്യവട്ടങ്ങൾക്ക് വിഭവങ്ങൾ വാങ്ങാൻ പച്ചക്കറി കടകളിലെത്തിയവരും പൂക്കളമൊരുക്കാൻ വിവിധ ഇനം പൂക്കൾ വാങ്ങാൻ വന്നവരുമൊക്കെയായി നഗരത്തിലെ ഇടറോഡുകളിൽ വരെ ജനം തിങ്ങി നിറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ജനസ്ഥിരാകേന്ദ്രമായ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇത്തവണയും ആളുകളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. ഇടയ്ക്ക് പെയ്ത നേരിയ മഴ കച്ചവടക്കാരെ ആശങ്കയിലാഴ്ത്തിയിരുന്നുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആവശ്യക്കാരെത്തിയതോടെ ഇവരെല്ലാം മറന്ന് വീണ്ടും ആവേശത്തിലായി. തെരുവോര കച്ചവടക്കാരുടെ വിലവിളികളും വരവിളികളും നഗരങ്ങളിൽ ആഘോഷത്തിന്റെ അലയൊലികൾ തീർത്തു. തിരുവോണത്തിനെ കളറാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുടെ തിടുക്കത്തിലാണ് കുടുംബങ്ങൾ. പതിവ് പോലെ ചെറുതും വലുതുമായ വസ്ത്രക്കടകളിലാണ് ആളുകളുടെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. ഇത് മുന്നിൽ കണ്ട് ഓരോ കടക്കാരും അധിക ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കിയിരുന്നു. ഹോട്ടലുകളും ബേക്കറികളും പലഹാരങ്ങളും പായസക്കൂട്ടുകളും വാങ്ങാൻ എത്തിയവരാൽ നിറഞ്ഞു. പച്ചക്കറിക്കടകളിൽ വാഴയിലക്ക് വരെ ആവശ്യക്കാർ ഏറിയായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂക്കൾക്കും പച്ചക്കറികൾക്കുമെല്ലാം 3 ഇരട്ടി വില വർദ്ധിച്ചുവെങ്കിലും ഇതൊന്നും ജനങ്ങളെ കാര്യമായി ബാധിച്ചതായി ഉത്രാടപ്പാച്ചിലിൽ പ്രതിഫലിച്ചില്ല. നീലേശ്വരം നഗരത്തിൽ മഴയും ഗതാഗതക്കുരുക്കും വ്യാപാരികളെ സങ്കടത്തിലാഴ്ത്തി. ഓടവിപണി ലക്ഷ്യമാക്കി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ചിലവാകാതെ വിഷമിക്കുകയായിരുന്നു പലരും. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വിഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഓണസമയത്ത് നഗരത്തിലുണ്ടാകുന്ന വാഹനത്തിരക്ക് ഒഴിവാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും യോഗം വിളിച്ച് മാർഗരേഖയെല്ലാം തയ്യാറാക്കിയിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കാത്തതാണ് തങ്ങളെ സാരമായി ബാധിച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല. മുനിസിപ്പാലിറ്റി വികസനം എന്ന് പറഞ്ഞാൽ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ 16 വർഷമായിട്ടും ഇതുവരെ ഒന്നുമില്ല. അളവും കാര്യങ്ങളില്ല. എന്ത് ചെയ്യാനാണെന്ന് ഒരു കച്ചവടം ഒന്നുമില്ല. നമുക്ക് വാടക കൊടുക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. അത് മാത്രമല്ല ഇവിടെയെല്ലാം കടകളെല്ലാം പൂട്ടിപ്പോകേണ്ട അവസ്ഥയായിരിക്കുകയാണ്. ഇനി അതിനൊരു പരിഹാരം ഇവിടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ ചെയ്താണ്ട് മുന്നോട്ട് കൊണ്ടുവന്നില്ല. നമ്മൾ എത്രയോ ലക്ഷം രൂപയുടെ സാധനം ഇറക്കിയിട്ടുണ്ട്. ആ സാധനം ഇറക്കിയത് ജനങ്ങൾ ഒരൊറ്റൊന്നും വരുന്നില്ല. അതുപോലെ കാഞ്ഞങ്ങാട് ചെറുപ്പത്തിൽ പോയി നോക്കുക, എന്താണ് അവിടുത്തെ ബിസിനസ്, എന്താണ് കച്ചവടം. അത് നമുക്ക് അധികാരപ്പെട്ടവർ ചെറുപ്പത്തിലോ കാഞ്ഞങ്ങാടോ പോയി നോക്കൂ, എന്താണ് അവിടുത്തെ വികസനവും അവിടുത്തെ കച്ചവടം. പല സ്ഥലങ്ങളിലും ആളുകൾ എത്താത്തതിനെ തുടർന്ന് പുറത്ത് പൂവെച്ച് വിളിച്ച് കച്ചവടം ചെയ്യുന്ന അവസ്ഥ വരെയുണ്ടായി. തിരുവോണത്തിന് അത്തം മുതൽ ഒരുക്കങ്ങൾ നടത്തിയാലും ഇനി എത്ര കണ്ട് എന്തൊക്കെ വാങ്ങിയാലും ഉത്രാടത്തിലെ നെട്ടോട്ടം കാലങ്ങളായുള്ള കീഴ്വഴക്കം തന്നെയാണ്. ഉത്രാടം പുലർന്നാൽ പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരുക്കണമെന്ന തത്രപ്പാടിലാകും ഓരോ വീട്ടുകാരും. ഇങ്ങനെ മലയാളികളുടെ ഓണം ഇപ്പോഴും പൂർണ്ണതോതിലുള്ള ഓണമാകണമെങ്കിൽ ഉത്രാടപ്പാച്ചിൽ ഉണ്ടായേ തീരൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.